പരിശ്രമിക്കുമ്പോൾ അള്ളാഹു തആല ഫലം തരും. പരിശ്രമിക്കുമ്പം അതിനെന്ത് വേണം? നീയത്തും വേണം. നീയത്തും വേണം, പരിശ്രമവും വേണം. നീയത്തും വേണം. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യം, പ്രത്യേകിച്ച് ഒരു ഹിഫ്ളിന് പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും നമുക്ക് പരാജയമില്ല. പരാജയം വരുമോ? പരാജയം വരുന്ന അഥവാ വന്നാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവനിൽ എന്തെങ്കിലും കുഴപ്പം കാണും. അവനെന്തെങ്കിലും കുഴപ്പം കാണും, എന്തെങ്കിലും അവനറിയാത്ത തെറ്റുകൾ കാണും. അപ്പൊ ആ ജാഗ്രത നമ്മുടെ സ്വത്താണ്. അതിനെ മുറുകെ പിടിക്കണം നമ്മൾ, വേണ്ടേ? ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് കഥ കേൾക്കുന്ന ഇഷ്ടമാണോ? ഞാൻ കഥ പറയാൻ പോവാ. കഥകള്, ഒരു കഥയുടെ പാട്ടൊന്ന് പാടട്ടെ. അല്ലാഹു പടച്ചു ആദമിനെ, അബുൽ ബശറാം ആദമിനെ കളിമണ്ണാലെ സൃഷ്ടിച്ചു, പേരുകളെല്ലാം പഠിപ്പിച്ചു. ആദം നബിക്ക് ആദരവായി മലക്കുകളന്ന് സുജൂദിലുമായി, ഇബ്ലീസ് അന്ന് പുറത്തായി, ശാപം കിട്ടിയ ആളായി. ആദം നബിക്ക് ഇണയായി, ഹവ്വാ ബീബി തുണയായി, മക്കൾ അവർക്ക് ഉണ്ടായി, മനുഷ്യലോകം വലുതായി. മനുഷ്യലോകം കണ്ടോ? നമ്മളൊരു പാട്ടിലൂടെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെത്തിയില്ലയോ? ഈ പാട്ടിനെ കുറിച്ച് നീ നല്ലോണം വിശദീകരിച്ചു തരണേ. നല്ലോണം വിശദീകരിക്കണ്ടേ? വിശദീകരിക്കണം. ഒരു ചെറിയ പാട്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും, അല്ലേ? അപ്പൊ നിങ്ങൾ കുറെ മനസ്സിലാക്കിയില്ല. ആ കഥയൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. എങ്കിലും ഞാനിപ്പം ഒരു വിഷയം കൂടെ ഞങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിസ്കാരത്തിൽ നമ്മൾ ഉള്ള കാര്യം ചോദിക്കാം. അപ്പൊ നിസ്കാരത്തിലാകുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുമല്ലോ. ഇപ്പൊ ഫാത്തിഹയിലെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചല്ലോ, അതേപോലെ ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് കൈയിട്ടു, അല്ലേ? റുക്കോയിലോട്ട് പോകുമ്പം സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്ന് പറയും, അല്ലേ? പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? വലല്ലാലീനും പറയും, അല്ലേ? മൂന്നും കേട്ടാ ഒന്നാ. എന്തൊക്കെ പറഞ്ഞു? അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അസീം, പിന്നെ വലല്ലാലീൻ. ഇന്ന് മൂന്നും പറഞ്ഞ്, മൂന്നിനും അല്ലാഹു എന്ന് പറഞ്ഞാലും വലല്ലാലീൻ പറഞ്ഞാലും സുബ്ഹാന റബ്ബിയൽ അസീം പറഞ്ഞാൽ ഒന്നാണോ? അല്ല. പക്ഷേ അത് മൂന്ന് മഖ്റജ, മൂന്നും വ്യക്തമായിട്ട് പറയാൻ അറിയാവുന്നവരെന്ന് പറയാമോ മക്കളെ? അറിയാവുന്നവരെ കൈ വെക്കാൻ മതി, പെട്ടെന്നാവണം. നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ട് പറയാവുന്ന ഒരാളോട് പറയാൻ പറ്റുമോ? പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വേണ്ടേ? ഇത് വേണ്ടേ? ഇത് അറിഞ്ഞല്ലേ നമ്മൾ നിസ്കരിക്കാനൊക്കത്തുള്ളൂ, അല്ലേ? 14 ഫർള് നിസ്കാരത്തിലുണ്ട്. അതിൽ നിർബന്ധമായ ഒരു ഫർളാണല്ലേ ഫാത്തിഹ ഓതല്, അല്ലേ? ഒരു മനുഷ്യൻ നിർബന്ധമായി പഠിക്കൽ ഫാത്തിഹ മാത്രമാണ്, അല്ലേ? ഒരു മനുഷ്യന് പരിശുദ്ധ ഖുർആനിൽ നിർബന്ധമായിട്ട് അറിയേണ്ട ഏത് സൂറത്താ? അപ്പൊ ആ ഫാത്തിഹയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഇത് പെട്ടെന്ന് പറയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കണ്ടേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം, അല്ലേ? പറയട്ടെ. ഒന്നാമതെന്ന് പറഞ്ഞാൽ നാവിൻ തല മുമ്പല്ലിൽ തട്ടാതെ പറയണം അല്ലാഹു. എന്താണ്? നാവ് എവിടെ തട്ടാൻ പാടില്ല? അതാണ് പറഞ്ഞത്. നാവിൻ തല മുമ്പല്ലിൽ തട്ടി പറയല്ലേ അല്ലാ എന്ന് പറഞ്ഞേ. നാവിൻ തല മുമ്പല്ലിൽ തട്ടി പറയല്ലേ അല്ലാ. പഠിച്ചൂടെ എന്ന് പറഞ്ഞേ. നാവിൻ തല മുമ്പല്ലിൽ തട്ടി പറയല്ലേ അല്ലാ എന്ന് പറഞ്ഞാ അല്ലാഹു എന്ന് പറയും. ചിലര് പറയുമ്പോ എവിടെ വന്ന് തട്ടും? പല്ലി തട്ടാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? ലാമിന്റെ മഖ്റജ് എന്നാ പറഞ്ഞത്. അല്ലാഹുവിലുള്ളത് ഒരു ഹംസും 2 ലാമും 1 ഹാവും മാത്രം, ഇല്ല? അല്ലാഹുവിലുള്ളത് ഹംസും ലാമും ഹാവും മാത്രം എന്ന് പറഞ്ഞേ. അല്ലാഹുവിലുള്ളത് ഹംസും ലാമും ഹാവും മാത്രം. ലാമു പറഞ്ഞു പഠിച്ചിടേണം, നാവിന്തല മുമ്പല്ലിൽ തട്ടുന്നില്ല. ലാമു പറഞ്ഞു പഠിച്ചിടേണം, നാവിന്തല മുമ്പല്ലിൽ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു കാര്യം പഠിച്ചില്ലയോ? അല്ലാഹു എന്ന് പറയുമ്പോ എവിടെ തട്ടാൻ പാടില്ല? നാവ്. അത് ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലേ? ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാം. അല്ലാഹു എന്ന് പറയുമ്പോ എന്ത് പറയാൻ പാടില്ല? എന്നാലോ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് പറയുമ്പോ മുമ്പല്ലി തട്ടണം. നാവ് എവിടെ തട്ടണം? ആണ്, അല്ലേ? അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 28 അക്ഷരങ്ങൾ 28. പക്ഷെ നമ്മൾ ഒരു അക്ഷരത്തിനെ കൂടെ കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ 29 ആവും.
അത് ഏതാ അക്ഷരം? ലാമലിഫ്. ഏതാണ്? ലാമലിഫ്. ലാമിനെയും കൊണ്ടുവരും, ഒരു അലിഫിനെയും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ലാമും അലിഫും. നമ്മൾ പഠിച്ചതല്ലേ ഉള്ളതല്ലേ അല്ലേ? അക്ഷരങ്ങളൊക്കെ നല്ലോണം പഠിക്കണം. എപ്പോഴും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് അക്ഷരങ്ങളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവണം അല്ലേ? ഖുർആനിലെ ആളുകളാകുമ്പോൾ നമ്മൾ എന്ത് വേണം? നല്ല കണക്ഷൻ വേണ്ടേ? അപ്പൊ നമുക്ക് എന്താ പറഞ്ഞത്? ഒന്നാമത് നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? അള്ളാഹു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? സുബ്ഹാന റബ്ബിൽ അളീം പറയുമ്പോൾ എവിടെ എന്ത് ചെയ്യണം? സുബ്ഹാന റബ്ബിൽ അളീം പറയുമ്പോൾ എന്ത് ചെയ്യണം? മുമ്പല്ലത്. ഇനി ഇവിടെ ലാദ് പറയുമ്പോൾ എന്ത് വേണം? എന്ത് ചെയ്യണം? അപ്പൊ ലാദിന്റെ മഖ്റജ് എന്ന് പറഞ്ഞേ. എന്താ ലാദിന്റെ മഖ്റജ്? അരികെ നീളത്തിൽ മേലെ അണപ്പല്ലോട് ചേർത്ത് അല്ലേ? അപ്പൊ മനസ്സിലായില്ല? അപ്പൊ മൂന്ന് മഖ്റജല്ലേ? ഇപ്പൊ പഠിച്ചല്ലേ നിങ്ങള്? ധൈര്യമായിട്ട് പറയാമല്ലോ. ഇത് അടുത്ത ക്ലാസ് നിങ്ങൾ പറയുമല്ലോ. മാഷാ അല്ലാ, മാഷാ അല്ലാ.